നിയമവ്യവസ്ഥയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പൊതുസമൂഹത്തിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും തീക്ഷ്ണമായ ഭാഷയിൽ സംസാരിക്കുകയും രാഷ്ട്രീയ വേദികളിൽ അഗ്നി പകരുകയും ചെയ്ത യൂത്ത് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് താൻ പ്രസംഗിച്ച അതേ നീതിയുടെ പടിവാതിൽ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന അതിഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമത്തിന് മുന്നിൽ ഹാജരാകാതെ അദ്ദേഹം ഒളിവിലായിരിക്കുകയാണ്. ഒരു യുവജനപ്രതിനിധി സമൂഹത്തോട് പുലർത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുകളെക്കുറിച്ചും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുമുണ്ട്. പൊതുസമൂഹത്തിലെ ധാർമ്മിക ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ശ്രദ്ധേയമായ പ്രസംഗമാണ് പൊതുജന മധ്യത്തിൽ ഇടം നേടിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ മുഖ്യ വിഷയങ്ങളിലൊന്ന് സ്ത്രീ സുരക്ഷയും അതോടൊപ്പം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകളെ വിമർശിക്കുന്നതുമായിരുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും അവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് നടനും MLA-യുമായ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതിന്റെ എല്ലാം മൂർത്തമായ ഉദാഹരണമാണ്. വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ അയാൾക്ക് ബാധ്യതയുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ശക്തമായി വാദിച്ചിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ ഗർഭം ധരിച്ചിരുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഘടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണെന്നതിൽ വലിയ തർക്കമൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളുടെ MLA അവനെ കാണാനില്ല, ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA വോട്ട് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ പല വേഷത്തിൽ അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ്. ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ തീർച്ചയായും പ്രസക്തമാണ്. എന്നാൽ താൻ മറ്റൊരാളോട് ആവശ്യപ്പെട്ട അതേ നിലവാരം സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിയാതെ വരുന്നുവെന്ന വൈരുദ്ധ്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ സംവാദങ്ങളിലെ പ്രധാന വിഷയം. പ്രവൃത്തിയും വാക്കുകളും തമ്മിലുള്ള അകലം മറ്റൊരാളെ ധാർമ്മികത പഠിപ്പിക്കുകയും നിയമത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒളിവിലിരിക്കുന്ന പ്രസംഗത്തിൽ നീതിബോധത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഒരു യുവതിയാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കി, ശാരീരികവും മാനസികവുമായ മർദ്ദനം, വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പീഡനം. ഈ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുകേഷിനെതിരെ ഉന്നയിച്ചതിനേക്കാൾ എത്രയോ വലിയ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ആരോപണങ്ങളെ അദ്ദേഹം നേരിടേണ്ടത് നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയാണ്. ഒരു വിരൽ മുന്നിലേക്ക് ചൂണ്ടിയാൽ ബാക്കി 4 വിരലും തനിക്ക് നേർക്ക് തന്നെയായിരിക്കും എന്ന പൊതു തത്വം ഇവിടെ അന്വർത്ഥമാകുന്നുണ്ട്. മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നിയമത്തിന് വിടണമെന്ന് പറഞ്ഞ അതേ നാവിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹം നിയമത്തിന് മുന്നിൽ നേരിടാൻ തയ്യാറാകുന്നില്ല. ഈ ഒളിച്ചുകളി കേവലം നിയമപരമായ ഒരു പ്രതിസന്ധി മാത്രമല്ല, യുവ നേതൃത്വം പൊതുസമൂഹത്തോട് പുലർത്തേണ്ട വിശ്വാസ്യതയുടെ തകർച്ച കൂടിയാണ്. ചുവന്ന കാറിൽ മാറിക്കയറിയതും ഒളിവിലിരുന്ന രാഹുൽ പോലീസിനെ ചുറ്റിപ്പറ്റിയാണ് എന്ന വിവരണം അദ്ദേഹത്തിന്റെ നിലവിലെ സാഹചര്യത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ഒരു പ്രമുഖ രാഷ്ട്രീയ യുവനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശമ്പളം പൊതുഖജനാവിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്നല്ലെങ്കിൽ പോലും അയാളുടെ രാഷ്ട്രീയ സ്വാധീനവും സ്ഥാനവും പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരവാദിത്തം നൽകുന്നുണ്ട്. അദ്ദേഹം ഒളിവിലിരിക്കുന്നത് പ്രധാനമായി 2 കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കുന്നത്. നിയമത്തോടുള്ള വെല്ലുവിളി. നിയമത്തെക്കുറിച്ച് സംസാരിച്ച ഒരാൾ നിയമ നടപടികളെ ഭയന്ന് ഒളിച്ചോടുന്നത് നിയമവ്യവസ്ഥയോടുള്ള അനാദരവാണ്. അതോടൊപ്പം ധാർമ്മികതയുടെ തകർച്ചയാണ്. താൻ സംസാരിച്ച ധാർമ്മികതയുടെ അംശം പോലും സ്വന്തം പ്രവൃത്തിയിൽ കാണിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങളുടെ മൂല്യം ഇടിഞ്ഞു പോവുകയാണ്. കൂടാതെ യുവതിയെ ആരോപണം ഉന്നയിച്ചു. തന്റെ അധികാര സ്വാധീനങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് രാഹുൽ സൈബർ ഇടത്തും അല്ലാതെയും അപമാനിച്ചു. തന്റെ ഇമേജ് സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്ന ആരോപണവും വളരെ ഗൗരവതരമാണ്. തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഏതൊരു ജനാധിപത്യ സമൂഹത്തെയും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവണതയാണ്. ഇത് അധികാര ദുർവിനിയോഗമായി കണക്കാക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ ഏറ്റവും വലിയ പാഠം രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പാണ്. പൊതുപ്രവർത്തകർ തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ധാർമ്മികതയുടെയും നീതിയുടെയും ഉച്ചഭാഷിണികളാകുന്നു. എന്നാൽ സ്വന്തം പേര് കളങ്കിതമാകുമ്പോൾ നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും ഒളിച്ചു നടക്കാൻ ശ്രമിക്കുന്നു. ഒരു യുവ നേതാവ് എന്ന നിലയിൽ പഴയകാല രാഷ്ട്രീയ ശൈലികൾ തിരുത്തി സുതാര്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാതൃക കാണിക്കേണ്ട ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒളിവ് ജീവിതം തിരഞ്ഞെടുത്തതിലൂടെ അദ്ദേഹം തന്റെ എതിരാളികൾക്ക് ആയുധം മാത്രമല്ല നൽകിയത്, അവനിൽ വിശ്വസിച്ച യുവതലമുറയിലെ പ്രവർത്തകർക്ക് മുന്നിൽ ഒരു മോശം മാതൃകയായി മാറുകയും ചെയ്തു. നിയമത്തിന്റെ മുന്നിൽ ഹാജരായി ആരോപണങ്ങളെ നേരിടുകയും
താൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പൊതുസമൂഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി. അല്ലാതെ നികുതിപ്പണം വാങ്ങി ജനങ്ങളെ സേവിക്കുന്നവർ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആകണമെന്ന് മറ്റൊരാളോട് ആവശ്യപ്പെട്ട അതേ വാദം നിയമത്തിന് മുന്നിൽ ഹാജരാകാതെ ഒഴിഞ്ഞു മാറിയത് രാഹുൽ സ്വന്തം നിലപാടുകളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രസംഗത്തിലെ നീതിയും പ്രവൃത്തിയിലെ ഒളിച്ചുകളിയും തമ്മിലുള്ള വൈരുദ്ധ്യം യുവ രാഷ്ട്രീയ നേതാക്കൾ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട സുതാര്യതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ അത് അവന്റെ ജീവിതത്തിലെ പ്രവൃത്തികളുമായി ചേർന്ന് നിൽക്കണം. ഈ ഘോര പ്രസംഗങ്ങൾ നടത്തിയ നേതാവിന് നിയമത്തിന് വിധേയനാകാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ ഭാവിയുടെയും താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്.